പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രഭാഷകൻ 4:28 ഇപ്രകാരം പറയുന്നു: മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്, ദൈവമായ കർത്താവ് നിനക്കു വേണ്ടി പൊരുതിക്കൊള്ളും. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും ദുഃഖങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. അമ്മ അതെല്ലാം ഏറ്റെടുത്ത് തിരുക്കുമാരൻ്റെ മുമ്പിൽ കാണിക്കയായി സമർപ്പിച്ച് നമുക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കും. അത്രമേൽ ശക്തിയുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത. എന്തെന്നാൽ ഈശോ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത് അമ്മയുടെ മാധ്യസ്ഥതയാലാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ആ കുടുംബത്തെ രക്ഷിപ്പാനായിട്ട് അമ്മയാണ് ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈശോ വെള്ളം വീഞ്ഞാക്കി ആ കുടുംബത്തെ വലിയൊരു സങ്കടത്തിൽ നിന്ന് രക്ഷിച്ചത്. നമുക്കും ഭയഭക്തിയോടെ പരിശുദ്ധ അമ്മയുടെ മുൻപിലായിരിക്കാം. വിശ്വാസത്തോടുകൂടി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിത ആവശ്യങ്ങളെയും ഞങ്ങളുടെ ദുഃഖങ്ങളെയും ഞങ്ങളുടെ വേദനകളെയും ഞങ്ങളുടെ സങ്കടങ്ങളെയും എല്ലാം അമ്മ ഏറ്റെടുക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുന്നു. ഞങ്ങളെ ദൈവസ്നേഹത്തിന് യോഗ്യരാക്കണമേ. ഈശോ ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ചിന്തിയ തിരുരക്തം ഞങ്ങളുടെ മേലൊന്ന് ഒഴുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ പാപക്കറകളും മായ്ച്ചു കളയണമേ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥന ആവശ്യത്തിലേക്കും അമ്മ അത്ഭുതമായി അടയാളമായി കടന്നു വരണമേ. അമ്മേ മാതാവേ, ഞങ്ങളെല്ലാവരും അമ്മയിൽ ആശ്രയിക്കുന്നു. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, രോഗികളായ മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ആ മക്കളെ എല്ലാവരെയും അമ്മ ഏറ്റെടുക്കണമേ. അവരുടെ രോഗക്കിടക്കയുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ. അവരുടെ ജീവിത സാഹചര്യങ്ങളെ അമ്മയൊന്ന് കാണണമേ. അവരുടെ നീറുന്ന നൊമ്പരങ്ങളെ അമ്മയൊന്ന് കാണണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, അങ്ങേ പുത്രൻ ഈ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും എല്ലാ രോഗസൗഖ്യ ശക്തിയും ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ഞങ്ങളിൽ നിന്ന് പൂർണ്ണമായി എല്ലാവിധ അസുഖങ്ങളും എടുത്തു മാറ്റണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങളിതാ ഞങ്ങളുടെ ജീവിതത്തെ അമ്മയ്ക്ക് നൽകുന്നു. അന്ധകാരം വ്യാപിച്ച ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകാശമായി അമ്മ കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ പ്രകാശം ചൊരിയണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, കടബാധിതയാൽ കഷ്ടപ്പെടുന്ന നിരവധിയായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കടങ്ങൾ തീർക്കുവാനുള്ള എല്ലാ വഴിവാതിലുകളും അവർക്ക് നേരെ അമ്മ തുറന്നു കൊടുക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, പ്രയാസത്തിൽ ജീവിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആരും സഹായിക്കാനില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, സഹായമായി അനുഗ്രഹമായി അത്ഭുതമായി അമ്മ അവരിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. അമ്മേ മാതാവേ, ഒരു കുഞ്ഞു പോലും ഈ ഭൂമിയിൽ സങ്കടത്തിലോ വേദനയിലോ ജീവിപ്പാൻ അമ്മ അനുവദിക്കരുതേ. സന്തോഷവും സമാധാനവും കൊണ്ട് ഓരോ മക്കളുടെ ഹൃദയത്തെയും അമ്മ നിറയ്ക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഓരോ മക്കൾക്കും ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നല്ലൊരു ജോലി ആവശ്യമാണെന്ന് അമ്മയെ അങ്ങ് അറിയുന്നുവല്ലോ. അമ്മേ മാതാവേ, അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള നല്ല ജോലി കൊടുത്ത് ആ മക്കളെ ഓരോരുത്തരെയും അമ്മ അനുഗ്രഹിക്കണമേ. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മക്കൾക്ക് അമ്മ അനുഗ്രഹമായി കടന്നു ചെല്ലണമേ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, അമ്മ കൃപാസന ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തോട് ചേർക്കുവാനാണ്. ദൈവസ്നേഹം എന്താണെന്ന് ഞങ്ങളിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധയമ്മേ, കൃപാസന മാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഉടമ്പടി നിയോഗങ്ങളെയും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളെയും കൃപാസന ദേവാലയത്തിലെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുന്നു. അമ്മേ മാതാവേ, ഏറ്റെടുക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ.
പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ, ജപ്തി നോട്ടീസ് കൈപ്പറ്റി സങ്കടത്തിൽ ജീവിക്കുന്ന മക്കൾ, അവരെ എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, ആ മക്കൾക്ക് നേരെ വഴികൾ തുറന്നു കൊടുക്കണമേ. അമ്മേ മാതാവേ, ആ മക്കളുടെ കണ്ണുനീരൊന്ന് കാണണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന നിരവധിയായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ക്യാൻസർ രോഗിയായ ഒരു കുഞ്ഞു മകനെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവരിലേക്ക് എല്ലാം ഒന്ന് കടന്നു ചെല്ലണമേ. ആ മക്കളെ എല്ലാം ഒന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. അവരുടെ ഞെരുക്ക കാലത്ത് അമ്മ സഹായമായി കൂടെ ഇരിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് ആവശ്യമായ ജ്ഞാനം അമ്മ സ്വർഗത്തിൽ നിന്ന് അവരിലേക്ക് ഒഴുക്കണമേ. നല്ല മക്കളായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവിധം അമ്മ അവരെ സഹായിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഒരു കുഞ്ഞു പോലും പാപത്തിൽ വീണു പോകുവാൻ അനുവദിക്കരുതേ. ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. എപ്പോഴും അമ്മ അങ്ങയുടെ നീല മേലയ്ക്കുള്ളിൽ മക്കളെ പൊതിഞ്ഞു പിടിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മ കാവലും സംരക്ഷണവും നൽകണമേ. അവരുടെ പോക്കിലും വരവിലും വഴിവാഹനങ്ങളിലും യാത്രാമധ്യത്തിലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുമെല്ലാം അമ്മ കാവലായി കൂടെ നിൽക്കണമേ. പരിശുദ്ധയമ്മേ, കൃപാസന മാതാവേ, വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബജീവിതത്തെ അമ്മയിൽ അർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അനുഗ്രഹം ചൊരിയണമേ. ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, നല്ലൊരു ഭവനം കൊടുത്ത് ആ മക്കളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാവിധ പകർച്ചവ്യാധികളിൽ നിന്നും മഴക്കെടുതികളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും വേദന നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും എല്ലാ മക്കളെയും കാത്തു പരിപാലിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരുത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അമ്മ അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ. ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തെല്ലാം അമ്മ അവരുടെ കൂടെയായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ആക്സിഡന്റ് പറ്റി കിടക്കയിലായി പോയ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നഷ്ടപ്പെട്ടു പോയ അവരുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ അമ്മ അവർക്ക് വീണ്ടെടുത്തു കൊടുക്കണം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇന്നേ ദിവസം അമ്മയുടെ കരത്തിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അമ്മ ഏറ്റെടുത്ത് തിരുക്കുമാരന് മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ വിട്ടുപോയ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് അമ്മയൊന്ന് കടന്നു വരണമേ. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. അവരുടെ ആവശ്യങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഓരോ മക്കളുടെ മുമ്പിലും അമ്മ അനുഗ്രഹമായി ഇറങ്ങി ചെല്ലണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ എല്ലാവരെയും പൂർണ്ണമായി അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈശോ നാഥ, പരിശുദ്ധ അമ്മയുടെ കരത്തിലൂടെ ഞങ്ങൾ അങ്ങയിൽ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗത്തെയും ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് മനസ്സലിവ് തോന്നി ഞങ്ങൾക്ക് കാവലായി കൂടെ നിൽക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.